ഉറപ്പായിട്ട് അത് അവിടെ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നു എന്നതിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൗരവതരമായ അന്വേഷണം PSC നടക്കുന്നത്. എനിക്ക് പലതും പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം ഞെട്ടിക്കുന്ന ഇൻഫർമേഷൻസാണ് കിട്ടിയിരിക്കുന്നത്. ഷോക്കിങ്. അതുകൊണ്ടാണ് ഞങ്ങൾ അന്വേഷണം നടത്തുന്നത്. ഞാനിപ്പോൾ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു അന്വേഷണം, ഗൗരവത്തോടു കൂടി ഒരു അന്വേഷണം നടക്കുന്നത്. അത് ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വേക്കൻസി ഇല്ലാതെയാണ് അത് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഇപ്പോൾ സമരം നടക്കുന്നുണ്ടല്ലോ, LPST മറ്റേ UPSC സമരം, അവരിപ്പോൾ തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെച്ചതാണ്. അതിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയോ? അതായത് 500 വേക്കൻസി ഉള്ള സമയത്താണ് ഈ PSC ഇത് ചെയ്യുന്നത്. PSC പരീക്ഷ നടത്തി ഇത് ചെയ്യുന്നത്. 15,000 പേരുടെ ലിസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 500 വേക്കൻസിയുടെ സ്ഥിതി എന്താണെന്നറിയോ? അപ്പോൾ ഈ 500 വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡിവിഷൻ ഫോൾ 1131 ഉണ്ട്. അതായത് ഡിവിഷൻ ഫോളിലൂടെ ജോലി നഷ്ടപ്പെടുന്ന അധ്യാപകരുടെ എണ്ണം അപ്പോൾ 1131. 1131 വരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം വേക്കൻസി ഇല്ലാത്ത. അപ്പോഴാണ് 500 അപ്പോൾ 500 വേക്കൻസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 631 പോലും ഇല്ല. മനസ്സിലായില്ലേ? അതായത് ഈ 1131 വരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഡിവിഷൻ ഫോൾ ഉള്ളപ്പോൾ ഇപ്പോൾ വേക്കൻസി ഇല്ല. ശരിക്കും വേക്കൻസി ഇല്ല. കാരണം ഈ 500 കഴിഞ്ഞാലും വീണ്ടും 631 വരെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യണം. നിലവിലുള്ള 500 വേക്കൻസിയും പിന്നെ 631 വരെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ സമയത്താണ് വീണ്ടും പരീക്ഷ നടത്തിയിട്ട് 15,000 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, അങ്ങനെ പരീക്ഷ നടത്തുന്നത് തന്നെ ശരിയാണോ? ഇല്ലാത്ത വേക്കൻസിയിൽ പരീക്ഷ നടത്താമോ? ഇല്ലാത്ത വേക്കൻസിയിലാണ് ആ പരീക്ഷ നടത്തിയത്. ഇല്ലാത്ത വേക്കൻസിയിൽ പരീക്ഷ നടത്തി. ഇപ്പോൾ ഈ ഗവൺമെൻറ്റാണ് എൻ്റെ തലയിലായി അത് ഇല്ലേ, നമ്മുടെ മുമ്പിലായി. അപ്പം നേരത്തെ 1:40 ആയിരുന്നു റേഷ്യോ, സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ. പല കാലങ്ങളായിട്ട് അത് കുറച്ചു കൊണ്ടുവന്നു. 1:35 ആയി, 1:30 ആയി. ഇപ്പോൾ 1:25 ആക്കണമെന്നാണ് ഇപ്പോഴത്തെ ഡിമാൻഡ്. 25 കുട്ടികൾക്കൊരു സ്റ്റുഡൻറ്റ്. പിന്നെ നിങ്ങൾക്കറിയാം, സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെമോഗ്രാഫിക് ചേഞ്ചാണ്, അല്ലാതെ പൊതു സംവിധാനത്തിലുള്ള കുറവല്ല. നേരത്തെ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അത് ദൃശ്യമായി തുടങ്ങി. എണ്ണം കുറയാണ്, എൻറോൾമെൻറ്റ് കുറയാണ്, കുട്ടികളുടെ എണ്ണം കാരണം കുറവാണ്. പല കാരണങ്ങൾ കൊണ്ടാണ്, ഡെമോഗ്രാഫിക് റീസൺസാണ്. ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രശ്നമുണ്ട്, ലേറ്റ് മാരേജിൻ്റെ വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ എൻറോൾമെൻറ്റ് കുറയാണ് കുട്ടികളുടെ. അതുകൊണ്ടാണ് നമ്മൾ 2 മാസം അവരോട് നമ്മൾ ചോദിച്ചത്. അവരോട് ഞാൻ ഏതെങ്കിലും സമീപകാലത്ത് നിങ്ങളിങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടോ? 3 പ്രാവശ്യം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിച്ചു അവരോട്. ഞാൻ എൻ്റെ ചേംബറിൽ വിളിച്ച് അവരോട് സംസാരിച്ചു. തൽക്കാലത്തേക്ക് 2 മാസത്തേക്ക് നിർത്തിവെക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞാൻ കൂടി ആവശ്യപ്പെട്ടിട്ടാണ് കത്ത് കൊടുത്തു. അവിടെ കൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൊണ്ടുപോയി സമരപ്പന്തലിൽ കൊണ്ടുപോയി, ഒരു ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല കേരളത്തിൽ, അവിടെ കൊണ്ടുപോയി കത്ത് കൊടുത്തു. അവർ സമരം ചെയ്യുന്നതിനെ എതിർക്കുമല്ല നമ്മളെ ചെയ്തത്, നമ്മളൊന്ന് പഠിക്കാനുള്ള സമയം ചെയ്തത്, അവരെ അധിക്ഷേപിക്കുകയല്ല ചെയ്തത്. അവിടെ കൊണ്ടുപോയി കത്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും വിളിപ്പിച്ചു സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5ാമത്തെ 6ാമത്തെ റൗണ്ടാണ് ഗവൺമെൻറ് ഇടപെട്ടത്. അല്ലാതെ സമരക്കാരെ അധിക്ഷേപിക്കുകയോ അവരെ പുച്ഛിക്കുകയോ അവർ സമരം ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല.